പ്രകാശിതരായി അവരുടെ മുഖമോ രക്ഷിച്ചു പോയത് നാശകരമായ കുഴിയിൽ നിന്നും ഉടനെ ചേതുവഴികളെ കരറ്റി ലഗന്ധരമ്പനാഥരെ ദൈവത്തിന് സ്തുതിയായിരിക്കാതെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ പകൽക്കാലം സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ചെയ്യുന്നു കർത്താവേ. അങ്ങേക്ക് സ്തുതി കരയിക്കുവാൻ അങ്ങേക്ക് മഹത്വം കരയിക്കുവാൻ ആയിരിക്കുന്ന കർത്താവേ. ആരാധനയുടെ ആദ്യം ഉടർന്ന കർത്താവേ അങ്ങയുടെ കൺട്രോൾ ഏറ്റെടുക്കണമേ. ആത്മാവിൽ അങ്ങേ ആരാധിപ്പാൻ ഏകാഗ്രതയോടെ അങ്ങയെ സ്തുതിപ്പാൻ അങ്ങ് സ്തുതിക്ക് യോഗ്യനായിരിക്കാതെ അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം തരുവാൻ അടികളെ ഈ പകൽക്കാലം കർത്താവ് സഹായിക്കുമാറാകണമേ. അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്ക് കുറവില്ലായിരിക്കാതെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയപ്പാ അങ്ങയ്ക്ക് മാത്രം മഹത്വം തരുവാനും ഈ പകൽക്കാലവടികളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ ആരാധന വീടിയുന്ന ദൈവദാസന്മാരുടെ കരങ്ങളിൽ തരുന്ന കർത്താവേ. ദൈവകൃപയിലൊന്ന് മറച്ച് പകൽക്കാല ശുശ്രൂഷ ചെയ്യുവാനും അവന് ബലപ്പെടുത്തുന്നതിനായിട്ട് നന്ദി കർത്താവേ. തിരുമേശടികളുടെ മധ്യേ ഉണ്ടല്ലോ പിതാവേ. ഭയത്തോടെ സംബന്ധവുമില്ലാത്ത വാഗ്ദത്ത നിയമങ്ങൾ കന്യക പരദേശികളുമായിരുന്ന ഏഴകളെ അങ്ങയുടെ മക്കളാക്കി തീർത്തല്ലോ. അനുഭവിച്ച കഷ്ടപ്പാടുകളെ ധ്യാനിച്ചുകൊണ്ട് അതിൽ നിന്ന് ഭാഗമാക്കാകുവാൻ കർത്താവടികളെ സഹായിക്കണമേ. അടുത്തിരിക്കാതെ അടികൾക്ക് വലിയൊരു പാശം തരണം. അങ്ങേ അറിയുവാൻ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ വലിയ പാശം തരണമേ. ആത്മീയമായ ഒരു പുതിയ ലെവലിലേക്ക് കൊണ്ടുപോകുവാനാകണം. കൃപയുടെ നടത്തി മറയ്ക്കണം. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. സന്മൃതമേ കുടുംബത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. അവരുടെ നല്ല ഹൃദയത്തിന് പങ്കായി കൊടുക്കുന്ന ദൈവമേ അങ്ങയുടെ കരം കൂടെ മക്കളെ അനുഗ്രഹിച്ചു വഴി നടത്തണമേ. മക്കളെ കാത്തുന്ന വിശ്വസ്തതയ്ക്കായി നന്ദി. എല്ലാവരും ഒരു പ്രാവശ്യങ്ങളെ പുലിയാക്കി തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പിതാവേ. യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകട്ടെ. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഉയർന്ന പ്രഭാതം കർത്താവേ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധാനത്തിലായിരിക്കാൻ ദൈവം ഒരുക്കിയ കർത്താവേ, ഞങ്ങളുടെ മധ്യേ നീ ഉണ്ട്. അങ്ങയുടെ വാഗ്ദത്തമാണെന്ന് കർത്താവേ കണ്ടോ മൂന്നോ നാമത്തിൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവേ, വിശ്വാസം കാണുന്നു. നീ
ഒളിച്ചോടുമ്പോൾ ഞങ്ങൾ പാവങ്ങളെ കച്ചവടം പോലെ വലിച്ചു കുടിക്കുന്ന അനേക ആയിരങ്ങൾ ഈ ഫോണിൽ അതിലൂടെ നേടുവാൻ ഈ ശരീര ദൈവം ഞങ്ങൾ ഓരോരുത്തരും അതിന് ഭാഗമാക്കാറുമ്പോൾ ചുറ്റുപോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഒരു വേദന ഞങ്ങൾക്കുണ്ടാകുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അവസാനത്തെ രക്തം പോലും ഞങ്ങളെ വീണ്ടും ചേർപ്പാനായിരുന്ന ആ വലിയവരായ ദൈവത്തെ ഞങ്ങൾ നോക്കി പാർക്കുകയാണ്. അങ്ങയുടെ വരവ് താമസിച്ചതുകൊണ്ട് ഒരു പ്രഭാതയുടെ ഞങ്ങൾക്ക് അതിൽ ഭാഗമാക്കാവുവാൻ ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം. ദൈവദാസന്മാർക്കായി സ്തോത്രം, കുടുംബങ്ങൾക്കായി പ്രത്യേകിച്ച് ദൈവതന്നെയും മോളെയും കുഞ്ഞുങ്ങൾ അപ്പൊ ഇങ്ങനെ ഫെസിലിറ്റി അല്ലേ തുറന്നു കൊടുക്കുവാൻ ദൈവം തുറപ്പെടുത്തല്ലോ. മാനിക്കണം, പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവം അവരെ മാനിക്കണം. രഹസ്യവും പരസ്യവുമായി ദൈവമെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് മനുഷ്യരോട് പറയുവാൻ കഴിയുകയില്ല. ദൈവം പറയുന്നു, നിന്റെ ഉൾപ്പുകളെയും നിലവുകളെയും ആരാഞ്ഞറിയുന്ന ഒരു വലിയ ദൈവമാണ് ഞാൻ. ഈ ദിവസങ്ങളിൽ ഈ സഭയായിട്ട് ഞങ്ങൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. അവരെ നീ മാനിക്കണം, അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയ മാതാവ് രോഗാവസ്ഥയിലൊക്കെ ആണെങ്കിലും ദൈവമേ ഈ പ്രാർത്ഥന ഒരു വലിയ വിടുതലാക്കി എല്ലാ മരണങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സഭയെ അനുഗ്രഹിക്കണം. ഈ സഭ ഈ ഫോണിക്ക് അനുഗ്രഹമാണ്. അനേകരെ അറിഞ്ഞ് കടന്നു വരുന്നു. ഒരനുഭവത്തിൽ കൂടി സഭ മുന്നോട്ട് നയിക്കപ്പെടുവാൻ ദൈവ ദൈവദാസന്മാരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൽ നിന്റെ മക്കളാകുന്ന ഞങ്ങൾ തിരുസന്നിധിയിൽ കടന്നു വരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ച് മടങ്ങിപ്പോയതിനു ശേഷം കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യവും ദൈവകൃപയും വെളിപ്പെട്ട് അവിടെ ഞങ്ങളെ വഴി നടത്തി. വീണ്ടും ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ഈ ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ അവിടെ ഞങ്ങളെ വീണ്ടും സഹായിച്ചുകൊണ്ട് സ്തോത്രം. ഇന്ന് നടക്കുന്ന ആരാധന ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ മന്ദിരത്തിൽ ഉണ്ടാകുമാറാകണമേ. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിന്റെ തിരുസാന്നിധ്യത്താൽ നിറയ്ക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തിരുമേശയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഇന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ശോധന ചെയ്യുവാനും കർത്താവിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാഗൽഭ്യത്തോടെ ആയിരിക്കുവാനും ഞങ്ങൾ അധികം ദൈവത്തോട് അടുത്ത് ചേർന്ന് ജീവിക്കുവാനും കർത്താവ് സഹായിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ദൈവത്തെ തിരുമേശയിൽ കൂടി ആരാധിക്കുന്ന ആ ആരാധന ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരണം. കർത്താവെ, ഞങ്ങളുടെ സമൂഹത്തിന് അനുഗ്രഹമായി തീരണം. എല്ലാ നിലയിലും ഇന്നത്തെ ആരാധന ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. തുടർന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പാൽക്കാലം നമ്മളെ ഇവിടെ കൂട്ടിവരുത്തിയ ദൈവകൃപയ്ക്കായ സ്തോത്രം. നമ്മളുടെ ആളുകളിൽ ആരും പുറത്തു പോകാതെ ദൈവകൃപയിൽ നമ്മളെ ഓരോരുത്തരെയും വഴി ദൈവകൃപയ്ക്കായ സ്തോത്രം. നമ്മുടെ അതരങ്ങളെ തുറന്ന് ഹൃദയത്തെ തുറന്ന് ദൈവത്തെ ആരാധിക്കാം. ഒന്നിച്ച് എല്ലാം അറിയാവുന്ന പാട്ടുകളാണ്. അടവി തരുക്കളിൽ അടവി തരുക്കളിനിടയിൽ ഒരു നാടകമെന്നവണ്ണം അടവി തരുക്കളിനിടയിൽ
ദൈവത്തെ നമുക്ക് പരിസ്ഥിതിക്കാം. Yeah.
സ്തുതിക്കും നിന്നെ ഞാൻ എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ നിന്ന് പകർക്കാലം അവിടുത്തെ കൃപ അയക്കുവാൻ ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ തിരു സാന്നിധ്യം ഇപ്പോൾ തന്നെ ഇവിടെ ഉള്ളതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുന്നു. പ്രാരംഭമായി നാം അല്പസമയം പ്രാർത്ഥിച്ചുവെങ്കിലും നാം തുടർന്നും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നത് വിശുദ്ധ മേശയോടുള്ള ബന്ധത്തിലാണ്. നാം എല്ലാവരും ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്ത് ഈ ആരാധനയുടെ ആരംഭം മുതൽ തന്നെ ദൈവത്തിന്റെ മേശയുടെ ശുശ്രൂഷ തീരുന്നിടം വരെ നാം ആ ഒരു ശുശ്രൂഷയിലേക്കുള്ള പ്രിപ്പറേഷൻ ആണ് ചെയ്യുന്നത്. ഇന്ന് നാം പാടിയതുപോലെ കുഞ്ഞാട്ടിന്റെ തിരുരക്തത്താൽ നാം കഴിവുകൾ പ്രാപിച്ച് നമ്മുടെ പാവങ്ങളൊക്കെ അകന്നുപോയി ദൈവം നമ്മെ വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചത് കൊണ്ട് ഹല്ലേലൂയ, വിശുദ്ധിയിൽ നമ്മുടെ ജീവിതം നിലനിർത്തിക്കൊണ്ട് പോരുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ ആരാധനയിൽ പ്രസാദിക്കുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല. തുടർന്നും നമുക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പ്രിയ അച്ചായൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അച്ചായനും അതുപോലെ പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ള ദൈവസന്നിധി ഹൃദയങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കുവാൻ ആവശ്യമുള്ള സന്നദ്ധതയുള്ള സഹോദരി സഹോദരന്മാർക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കും. Hallelujah. Lord, praise you, Jesus. Hallelujah. Glory to God. Hallelujah. Hallelujah. Praise you, Jesus. Praise you, Jesus. Praise you, God. Praise you, Jesus. Hallelujah. Hallelujah. Praise you, God. Hallelujah. അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നത്. Hallelujah. Hallelujah. Wash us and cleanse us. Wash us and cleanse us with the blood of Jesus. Hallelujah. Thank you, Jesus. Hallelujah. Glory, 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 glory. Praise Jesus. Praise God. Praise God. Praise God. Amen. We thank you, Jesus. Praise the name. Praise your name. We worship you, God. We worship you. We worship you. We exalt and magnify the name of Jesus. We believe in the miracle working power of God. Hallelujah. Yes, Lord. Hallelujah. Hallelujah. Praise you, Jesus. Glory, 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 glory. Praise the name of Jesus. Yes. Yes. Yes, Lord. Hallelujah. Hallelujah. Amen. Praise you, Jesus. Glorify your name. Yes, Lord. Thank you, Jesus. Amen. Hallelujah. Yes, Jesus. Glory, glory, glory. Touch us, O Lord. Hallelujah. Yes. Yes, Lord. Amen. Hallelujah. Hallelujah. Praise you, Jesus. Praise you, God. Hallelujah. Glory, 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 glory. We thank you, Lord. Praise you, Jesus. Praise you, Jesus. Hallelujah. 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 Amen. Your story. Praise you, God. Praise you, Jesus. Oh, work in the midst of the Lord. Touch everyone today. Amen. Hallelujah.
പ്രാർത്ഥിക്കുന്നു. തലമുറകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പാ, നന്നായി പോകാൻ ദൈവം ഈ പൗരികാലങ്ങളിലെ ഓരോ നിങ്ങളെല്ലാവരെയും Amen. Hallelujah. Hallelujah. Praise you, Jesus. Amen. Hallelujah. Your name. Praise you, Jesus. Hallelujah. Glorify your name. Blessed be the name of Jesus. We worship you, God. Hallelujah. Praise you, God. Hallelujah. Pour out the grace upon us. Hallelujah. Pour out the grace upon us. Hallelujah. Hallelujah. Praise the name of Jesus. Amen. Amen. We worship you, Lord. We worship you. We magnify the name of Jesus. We magnify the name of Jesus. Lord, praise you, God. Hallelujah. 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 Glory. Praise God. Praise God. Praise you, Jesus. Amen. 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 Praise you, God. Hallelujah. Praise the name of Jesus. Oh, let the glory of God fall upon us. Let the power of God fall upon this place. Oh, we praise you, God. We praise you, Jesus. Let the glory of God fall upon each and every one. Hallelujah.
എല്ലാവരും പ്രാർത്ഥിച്ചെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 22-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ പ്രതിവാക്യമായിട്ട് വായിക്കാം. ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. Psalms 22 verses 1 to 5. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നതെന്ത്? ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. അവസാന വാക്യം ചേർന്ന് വായിക്കാം. അവർ ആശ്രയിച്ചു രക്ഷിച്ചു പോയതില്ല. നമ്മുടെ വിശുദ്ധ കാര്യങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നാം രക്ഷിച്ചു പോകുവാൻ അനുവദിക്കാത്ത ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നാം നിലവിളിക്കുമ്പോൾ നമ്മുടെ നിലവിളിയുടെ ശബ്ദം ശ്രദ്ധിക്കുന്ന ആ ദൈവത്തെ നമുക്കൊരു പ്രാവശ്യം സ്തുതിക്കാം. Thank you, Lord. Thank you, Lord, for all the things that you have done for us. We give you praises, glory, and honor. In Jesus' name I pray. Amen. Please be seated. We are going into the Lord's Supper very, very soon. And I was informed that Brother Joy would be here, but I don't see him. Last night I talked to him, but maybe the rain might have prevented him from coming. And if he were here, I was going to introduce him. And his name is George Uti George. He has an interest in our church. He wanted to come and meet with all of us. And let's keep him in our prayers. Remember this name, Joy, George Uti George, in our prayers. And he is one of our future members. Amen? Amen. Hallelujah. And then worshiping with us today, new is my granddaughters, Saraya and Shaya. Thank you, Saraya and Shaya, for coming. You can continue to come. Amen? Okay. And during, when we go forward in our church, I will recognize birthdays, anniversaries. I collected your birthdays earlier. Now I will collect your anniversary dates later on. So I wanted to recognize and pray for you all, for all of us. And Pastor John Thomas had a birthday earlier in this month. And November 4 was his birthday. And we'll be praying for him. Even though it's a little bit late, last Sunday I couldn't do it because we had other things going on. And we have another birthday coming up. The Amachi's birthday is coming up later on this month. When that time comes, we will recognize that. But since it is past due, we wanted to wish Pastor John Thomas a very happy birthday and another year of blessing in all areas of his life. And I know when we have the Lord's Supper, it will take the extra time, which is okay. And we may end a few minutes later today, but because of the Lord's Supper, in the future, we will adjust that.
and the message will be short that day. But today Pastor John Thomas is preaching, we'll allow him the full time, and all things will happen for the glory of God. That is what we do, everything for the glory of God. Yes. Right? Hallelujah. So, since we started our first worship on October 20, I didn't give anybody a time to say a word of testimony. It's not compulsory. But if you wanted to say a word of testimony, don't be too long. And if you wanted to do that, I can give you a few moments. Right now. If I see nobody testifying, then I'll move on to the next part. Okay. But since we already prayed, I just wanted to do that because in going forward, when we do Lord's Supper, we will have maybe a day early, we will have time to pray. But I wanted to take this time in the service to do it. So I'm just moving forward with the Lord's Supper. I'm going to have a small message for the Lord's Supper today. Usually, we have maybe a strong, solid message. And since we are participating in this Lord's Supper the first time here, you don't know me, I don't know you, and so the churches where you have participated may do it in a different way, and I may do it in a different way. So there's all kind of differences. There is not any one particular way Lord's Supper has to be done. There's nothing written anywhere. This is exactly how you have to do it. But we have to do it according to God's word, and we have to do it so God gets the glory and the people are blessed. We need to be blessed when we go through this Lord's Supper message. Today, I'm just going to say this in the beginning. We are honoring the CDC guidelines, and our Lord's Supper is going to be based on those guidelines. In the past, when we did the Lord's Supper, we had a bread that we broke, and because those verses needed to have some significance in the ministry. So then we take the bread and we break it, and then we pray for that, and we pray for the cup. So we've done that. But today, according to the CDC guideline, we are using a different kind of cup, which has both elements in it. So I will instruct you a little bit later on that. And we will not have any holy kiss as such here. And instead, we're just going to allow all of you to shake hands. But I'm not prohibiting anybody to hug each other. But because of the guidelines, and we just wanted to honor that, and also everyone's feelings about this, I do not know, but we're just going to do it this way today. Before I get into the message, I wanted to mention these things. When Jesus was on the earth, he spoke about two ordinances for the church. Different churches have several different kind of ordinances. The ordinances, Jesus instructed us, the believers, to do or just do. One is baptism, water baptism. We do that only once. We get baptized once, and then we run our Christian life with that one baptism until we die or until the rapture happens. So that's one baptism. We are just happy with that. That is exactly what Jesus instructed us to do. One baptism. You don't need to baptize every week. But the Lord's Supper, and several of you mentioned the word Holy Communion. Communion. I think I see the majority here use the word communion. And I'm also going to change my terminologies to communion. But I used to say the Lord's Supper. The Lord's Supper. That's how it's known. But going forward, I will try to, maybe my words will come in because habits cannot be changed immediately. So I will try to use the word Holy Communion. Holy Communion or the Lord's Supper, we do it repeatedly. We do it repeatedly.
And the baptism signifies the beginning of our Christian life. That is the important part of it. When we started our Christian life, we were baptized. But when we repeatedly take the Lord's Supper, what is showing is our continued fellowship with Christ. That is what it is showing. That is the reason why we are taking Lord's Supper every week, every month. The duration, frequency is all different in different churches. But we are taking it because we want others to know that we are still good with Christ. I am still living a life in fellowship with Christ and fellowship with other brothers and sisters. So these are the two ordinances that we need to do. I am not going to speak about who instituted the Lord's Supper, how it was not done. I'm going to ignore it for now. Maybe when I do this another time, I will go into it. We already know all this. But today what I want to focus is, what is the meaning of the Lord's Supper? What is the meaning of the Lord's Supper? There is meaning. For everything that we do, there is meaning. That's the meaning is what I want to talk today. So at the very outset, we know when we come to the Lord's table or the Holy Communion, we are proclaiming the death of Christ. That is the very outset. That is known. That's what Paul said. This is a proclamation. This is a proclamation. And this has two elements in it. When we proclaim the death of Christ, we are proclaiming Jesus Christ died for me. We are also proclaiming Jesus Christ did not come back yet. There are two things in it. Jesus Christ did not come back yet, and he died for my sin. So the very first thing is the death of Christ. That is what it symbolizes. The symbolic meaning of the Lord's Supper is Jesus Christ died for me. That was a sacrificial death. It was a death in my place. I was supposed to die for my sins. For the wages of sin is death. I was supposed to pay a price. But Jesus had compassion. We are compassionate church. I use the word compassion very often. Jesus had compassion on the world. For God so loved the world that he gave his only begotten Son, so the whole world can be saved. So that is the death of Christ is number one. Jesus Christ dying in my place. And now, in the past we used to break the bread, but it's still a words in the Bible. When we break the bread, what is the meaning of that? It is showing the breaking of the body of Jesus Christ on the cross. So when we come to the Lord's Supper, we are meditating upon these things. That's the meaning. We have to meditate and look at the suffering Messiah on the cross. The suffering Jesus Christ endured for us. His body, his own body was broken so that our broken bodies can be mended and we can get eternal life. And when we take the cup, what is the meaning in that? What is it symbolizing? That is the pouring out of the blood of Jesus Christ on the cross. That is the same blood that cleanses our life, wash us, redeem us, and through the blood, whether we have done a small little sin or a whole lot of sin, whether you are a sinner that the world will hate you, even all those sins can be cleansed and can be put behind every individual. So that's what it's meaning. And then, like I told earlier, since it is a proclamation, it is also an affirmation for us. It's an affirmation that Jesus Christ did not come back yet.
So we have an expectation. We are looking forward for the coming of the Lord Jesus Christ. Now, anything that we do, we always look for benefits. On the cross, at the death of Jesus Christ, there are benefits for us. There are so many benefits. When Jesus was instituting this Lord's Supper, in Matthew chapter 26, verses 26 and 27, he used the word, take, eat. This is my body. And then he said, drink from it, all of you. All of you. അവർ ഭക്ഷിക്കുമ്പോൾ യേശു, I will read this verse again. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്തു വാഴ്ത്തി മുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കൊടുപ്പി. എല്ലാവരും ഇതിൽ നിന്ന് കൊടുപ്പി. So when we participate in it, there are benefits. I know so many people teach so many different kinds of benefits. I'm not going to teach you any benefit that you may not even see. But when we participate in the Lord's Supper, we are claiming the benefits that comes to us from the death of Christ. Let me tell you a few benefits. Our salvation is a benefit of the death of Christ. Healing is a benefit of the death of Christ. By his stripes, you are healed. Healing is. I'm not encouraging people not to go to hospitals. If you get sick, please do by all means. But regardless of whatever happens, God ultimately controls everything. He controls everything. So we have that benefit of healing. And another benefit is that we will be resurrected one day. That's another benefit. I can name benefits after benefits that bring the Lord's Supper or the death of Christ brings to us. There are so many benefits. Since I need to limit my time, I'm going to move on to the next one. Then there is what is also known as spiritual nourishment. Spiritual nourishment is a benefit that comes from the Lord's Supper. Now, our physical bodies need food. If you don't eat food, what's going to happen is you're going to get weak, and then you're going to get weaker and weakest, then you're going to get sick and sicker, and then you're going to die eventually. That's what happens when you don't eat food. But when you don't eat the spiritual food, the same thing happens not for your physical body, but your spiritual body, your spiritual self, your soul. That will happen. That is why in the Gospel of John, chapter 6, we read like this. യേശു ഞാൻ വാക്യങ്ങളൊക്കെ വായിക്കണം, മലയാളത്തിൽ വായിക്കും, ബിക്കോസ് അതിന് മലയാളം ആവശ്യമാണല്ലോ. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. So you are not nourished. So when you come to the table, you are getting spiritual nourishment. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതാണ് ഞാൻ പറഞ്ഞ ബെനിഫിറ്റ്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അതൊരു ബെനിഫിറ്റ് അല്ലേ? ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ഒരു ബെനിഫിറ്റാണ്. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അത് ആ സ്പിരിച്വൽ നറിഷ്മെന്റ് ലോർഡ് സപ്പറിൽ കൂടി വരുന്ന ഒന്നാണ്. അപ്പൊ ഇവിടെ ഞാൻ ഈ മാംസം തിന്നുകയും കുടിക്കുന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ചിന്ത വരും, ഇത് യഥാർത്ഥത്തിലുള്ള മാംസം തിന്നുകയും കുടിക്കുകയാണ്. അല്ല, ഇതൊരു റോമൻ കത്തോലിക്ക തിയോളജിക്ക് അനുസരിച്ച് ലോർഡ് സപ്പർ സമയത്ത് അത് യഥാർത്ഥ മാംസവും രക്തോട്ടം രൂപപ്പെടുകയാണ്. ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇതൊരു സ്പിരിച്വൽ പാർട്ടിസിപ്പേഷൻ ആണ്, സിംബോളിക്കാണ്. നാം ഈ
അപ്പം എടുക്കുമ്പോൾ അത് കർത്താവിൻ്റെ ബോഡി ആകുന്നു എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ ചിന്തിക്കുന്നു. മറ്റ് കപ്പ് എടുക്കുമ്പോൾ ഇത് കർത്താവ് എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തമാണ് എന്ന് മനസ്സിലാക്കുന്നു. അത് യഥാർത്ഥമായിട്ട് അങ്ങനെയല്ല. പക്ഷെ ഇതൊരു സിംബോളിക് മീനിങ് ആണ്. പക്ഷെ ഇതിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്, നമ്മുടെ ആത്മാവിന്, നമ്മുടെ സോളിന് ഇതിൽ കൂടിയാണ് നറിഷ്മെന്റ് ലഭിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ദൈവസഭയ്ക്ക് ക്രമീകരിച്ചിരിക്കുന്ന ഈ രണ്ട് ശുശ്രൂഷകളിൽ തുടർമാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ശുശ്രൂഷ ഹോളി കമ്മ്യൂണിയനാണ്. അത് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ, നാം അതിൽ ഭാഗവാക്കുകളാകുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ലഭിക്കേണ്ടുന്ന പോഷണം ലഭിക്കുകയില്ല. നമ്മൾ ആത്മീയമായി പിന്നോക്കം പോകും. നമ്മുടെ ഉള്ള ശുഷ്കാന്തി കുറഞ്ഞു പോകും. നമ്മൾ പുറമോട്ട് പോകും. അപ്പോൾ അത് ഒക്കെ മാറ്റുന്ന ഒരു മിനിസ്ട്രിയാണ് ഈ ലോർഡ്സ് ടേബിൾ ഹോളി കമ്മ്യൂണിയൻ. അതുപോലെ തന്നെ ഇത് മറ്റൊരു വിഷയം കാണിക്കുന്നത് മീനിങ്. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ മീനിങ്, ദ യൂണിറ്റി ഓഫ് ബിലീവേഴ്സ്. നാം ഈ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ വാക്ക്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം മുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശികളാകുന്നു. യൂണിറ്റി ഓഫ് ബിലീവേഴ്സ്. നാം ഇവിടെ ഈ ചെറിയ ഒരു കൂട്ടായ്മയിൽ ഇരുന്നു കൊണ്ട് നാം ഈ മേശയിൽ സംബന്ധിക്കുമ്പോൾ നാം ഡിക്ലെയർ ചെയ്യുന്നത്, നമ്മൾ ലോകത്ത് എമ്പാടുമുള്ള എത്ര നമ്പറാണെന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല, മില്യനും കോടി ഒക്കെ ആയിരിക്കും, കോടിക്കണക്കിന് വിശുദ്ധന്മാരുമായിട്ട് നമ്മൾ യുണൈറ്റഡ് ആണ്. We are united with all the brothers and sisters that are all around the world. So I am going to conclude my message here. So I just talked about the meaning of the Lord's Supper. So as we go through this Lord's Supper, we need to meditate on this meaning. Oh God, you died for me. I was supposed to die in my sin, but you took my place and you paid the price. You suffered for me. So that thought has to be in our heart. So I'm just going to conclude. I'm going to say a few things here. When we participate in the Lord's Supper, what are we remembering? We are remembering that the presence of Jesus Christ is here, right here. Even though it's not visible to our eyes, if you are a spiritually inclined person, you can feel and experience the presence of Christ is here. So we are not just doing this for the sake of a ritual. It's not. We are doing it in the presence of Christ. We believe the presence of Christ is here. And when we do this, we are remembering Christ died for me. And he washed me with the blood that he shed on the cross. And then when we participate, we are saying, we are believing in our heart, God, you have given us so many benefits because of your death on the cross. And I participate in all those benefits. And this table gives us spiritual nourishment. And then we are united with all the believers around the world. And then Jesus assures us. He is giving us an assurance of salvation. And all the benefits are reserved for each and every one of us. We don't know what they are now. Because when one day the trumpet will sound and the rapture will happen and we shall be with Christ, and that day will reveal what are the benefits Christ has reserved for us. And when we participate in this Lord's Supper, we are saying, Jesus, I love you. I love you. And then Christ is saying, I love you. Not because you loved me, because I had
greater love for the world. So that is exactly what we are just going to do. Within the next few minutes, we're just going to participate in the Lord's Supper. But we have already prayed prayers looking into our hearts, and we have already prepared ourselves for the Lord's Supper. And we are believers here. We have been used to taking the Lord's Supper. So as a pastor, I just say this: anyone who is saved, anyone who is baptized in water, anyone who is living a life that is acceptable in the sight of God and in the sight of your fellow brothers and sisters, that we all are qualified to participate in the Lord's Supper. And how are we going to do this today? Since this is the first time I'm doing it here, in this way. I'm just going to, I'm going to come there and read a scripture. Sister Annie will lead us in a song. When she reads this song, when she sings, I will distribute this cup to all of you. And then you will hold it in your hand. Don't just open and take it. Just hold it in your hand. And then we will take, this has two elements in it. The top layer has a vapor. You already know all this. A vapor. And then you do that first. And then you lift the next layer, and then you will have a cup. So we will do this together. So you will hold it. And then we'll be done with our Lord's Supper ministry of the Lord's Supper. So this is how we're going to do. I'm just going to read. I'm just going to come down right now. I'm going to read a scripture from Corinthians, and then we will take a few moments to examine our life. Not because we are sinners or anything, but it is time that we just examine our heart, our life, and then have a prayer in your heart. And remember everything that I mentioned. When you take this, don't take it as a ritual. Take it, Lord, I'm grateful to you because you died for us. And with that grateful attitude, let us participate in the Lord's Supper. And immediately after I finish this scripture, we can do the song. 1 Corinthians chapter 11, verses 23 till 30. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാൻ ഞാൻ തനിക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്രകൊള്ളുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരാം. ദൈവത്തിന്റെ സന്നിധിയിൽ നാം പൂർണ്ണതയോടെ നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നത് കൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു പാട്ട് പാടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധി എഴുന്നേറ്റ് നിൽക്കാം. ഈ ആരാധനയും ഈ ശുശ്രൂഷയും Emmanuel,
സ്വർഗത്തിലേക്ക് നമ്മുടെ ദൃഷ്ടികളെ ഉയർത്തി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച ആ രക്ഷകനെ നമുക്കൊരു പ്രാവശ്യം നമ്മുടെ ജീവിതത്തിലെ പാപത്തിന്റെ കറകളെ മാറ്റുവാൻ ദൈവസന്നിധിയിൽ നിന്നും അകറ്റപ്പെട്ടവരായിരുന്ന നമ്മെ ദൈവസന്നിധിയിലേക്ക് തിരികെ ചേർക്കുവാൻ മനസ്സലിഞ്ഞ ആ ദൈവസ്നേഹം കാൽവരി ക്രൂശിൽ നാം കാണുന്ന ആ ദൈവസ്നേഹം നമുക്കൊരു പ്രാവശ്യം കൂടെ ഓർക്കാം. Hallelujah. 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 We thank you, Jesus. We thank you, Lord. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ആരാധനയുടെ ആരംഭം മുതൽ ഇത്രത്തോളം അവിടുന്ന് ഞങ്ങളോട് കൂടെയിരുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം നീ കേട്ടു. ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാനുള്ള അവസരത്തിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച രക്ഷകനെ ഞങ്ങൾ ഓർക്കുന്നു. അവിടുത്തെ തിരുശരീരം ഞങ്ങൾക്ക് വേണ്ടി
കർത്താവേ, പലതരത്തിലുള്ള വ്യഥകൾ അനുഭവിച്ച് ഞങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട അവിടുത്തെ ശരീരത്തെ ഞങ്ങൾ ഓർക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് കാൽവരി ക്രൂശിൽ അവിടുന്ന് ഒഴുക്കി അവിടുത്തെ തിരുനിണത്തെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ തിരുവേശിയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഇതിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തിയെയും ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദോഷങ്ങളെ അകറ്റണമേ, ഞങ്ങളുടെ പാപങ്ങളെ അകറ്റണമേ. അവിടുത്തെ സന്നിധി ഞങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. സകലമാനവും മഹത്വവും ഞങ്ങൾ ദൈവത്തിന് തരുന്നു. കർത്താവിന്റെ കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. Now you can just lift the top layer and then hold it. I'm going to read a scripture and then we will take it. And I'm reading from Matthew 26:26. And as they were eating, Jesus took bread, blessed and broke it, and gave it to the disciples and said, "Take, eat, this is my body." ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്തു, വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. Let us take and eat the bread. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Lord, for your grace. Hallelujah. Hallelujah. Now let us lift the second layer and keep that ready. Then he took the cup and gave thanks and gave it to them, saying, "Drink from it, all of you, for this is my blood of the new covenant, which is shed for many for the remission of sin." പിന്നെ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം. Let us take the cup and drink from it now. Hallelujah. Thank you, Jesus. Praise the Lord. Hallelujah. Praise the Lord. So Ryan, Shaila, can you collect all this back from the altar? Hallelujah. While they collect all those back, now when we look into the table that was prepared here, there are still many more cups remaining there. That means more people need to come into the kingdom of God, to this church also, to the kingdom of God. That means we have a greater responsibility upon us, that we need to share the gospel of Jesus Christ. The benefit that we talked about, the benefit that is ours, need to become the benefit of other people who are outside the kingdom of God. So we have to, in the weeks come, in the months ahead, we have to give serious thoughts about sharing the love of Christ with others. I know sometimes it is hard, we are shy, we may be ashamed, which is fine. But when the love of God fills our heart, that is when you feel compelled. If the love of God is in our heart, then you feel compelled to do it. So that kind of a spirit, may that fall upon all of us today. And now I am going to read a scripture, and then I will start a song, and then at that time you can shake hands or hug, whatever you want to do. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ.
സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുന്നു. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കും. നിത്യമാം പ്രഭാതശോഭിതത്തിനാൽ ഞങ്ങളുടെ പാപങ്ങളുടെ ശാപനാശത്തിനായി പരിഹാരത്തിനായി അവിടുത്തെ അവസാനത്തെ തുള്ളി രക്തവും ഞങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ കാൽവരി ക്രൂശിൽ ഒഴുക്കി. വിശ്വസിച്ച് യേശുവിൽ പങ്കെടുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഭാഗ്യത്തിനായി ഇവരെ ഞങ്ങളുടെ കർത്താവ് വന്നിട്ടില്ല. ഇനി എത്രയും അല്പകാലം എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. നന്ദി അവിടുത്തെ കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുശ്രൂഷയിൽ അനുവദിച്ചുവല്ലോ. ഈ ബലത്തോടെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ശുശ്രൂഷയെ കർത്താവ് മാനിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Please be seated. We're going to sing that offering song and take the offering. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യൻ.
യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ Praise God. നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ഞങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരുന്നു. കർത്താവേ, ഈ സഭയുടെ പ്രവർത്തനം ആരംഭിച്ച നാൾ മുതൽ ഞങ്ങളുടെ ഓരോ കുടുംബത്തിനും ദൈവം നല്ലവനായിരുന്നതുകൊണ്ട് സ്തോത്രം. ഈ ഇവിടെയുള്ള ഭവനത്തെ അവിടുത്തെ കാര്യങ്ങളിൽ ഞങ്ങൾ പ്രിയ അച്ചായനെയും ആ പ്രിയ അമ്മച്ചിയെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ മക്കളെ കർത്താവ് സമൃദ്ധിയുടെ പാതയിൽ കൂടി നടത്തുന്നേ, ആരോഗ്യത്തോടും ബലത്തോടും കൂടി കർത്താവ് നടത്തണമേ. ഞങ്ങൾ പ്രിയ സജി ബ്രദറിനെ അവിടുത്തെ കാര്യങ്ങളിലേക്ക് കർത്താവ് പ്രിയ മകന്റെ ശാരീരികമായ എല്ലാ ബലഹീനതകളെയും മരിച്ച ഞങ്ങൾക്ക് കൈകാര്യം കർത്താവെ സൗഖ്യം നൽകുന്ന കരം സ്പർശിച്ചു ദാസന്റെ മേൽ അത്ഭുതകരമായ സൗഖ്യം അയക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ബിന്ദു സിസ്റ്ററിനെ കർത്താവ് സഹായിക്കണമേ, ദൈവത്തിന്റെ കൃപയിൽ സൂക്ഷിക്കണമേ. കവിനെ കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ദൈവം സഹായിക്കുന്ന ഒരു സ്തോത്രം. കർത്താവ് ഈ ഭവനത്തിന്റെ വിവിധങ്ങളായ കാര്യങ്ങളുണ്ടല്ലോ, അവയെല്ലാം ഞങ്ങൾ ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ അവിടുന്ന് സഹായിക്കുവാൻ ശക്തൻ ആകുന്ന ഒരു സ്തോത്രം. കർത്താവെ ഞങ്ങൾ പാസ്റ്റർ ജോൺ തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവത്തിന്റെ ദാസൻ ഈ സഭയ്ക്ക് അനുഗ്രഹമായിരിക്കുന്ന സ്തോത്രം. കർത്താവിന്റെ കൃപയിൽ സൂക്ഷിക്കണമേ. കഴിഞ്ഞ ഈ മാസം 4-ാം തീയതി ഒരു പുതിയ വർഷം കൂടി ദാസന് ദാനം ചെയ്യുന്ന സ്തോത്രം. ഈ ശുശ്രൂഷകളിലും ജീവിതത്തിലും ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വർഷമാക്കി ഈ വർഷത്തെ കർത്താവ് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ശിശുസിനെ കർത്താവ് അനുഗ്രഹിക്കണമേ, അവിടുത്തെ കൃപയിൽ ദൈവം സൂക്ഷിച്ചു കൊള്ളണമേ. കർത്താവെ പ്രിയ ശിശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്റെ എല്ലാ പ്രാർത്ഥന വിഷയങ്ങളെയും ദൈവം മാനിക്കണമേ. പ്രിയ പ്രസാദ് ബ്രദറും ഞങ്ങളെല്ലാം ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു ദിവസം ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ പ്രിയ വിൽസൺ ബ്രദറിനെ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയ മിനിസ്റ്ററിനെ ഏൽപ്പിക്കുന്നു. പ്രിയ അമ്മച്ചിയെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രിയ ആശ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആയിഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം പല വിധത്തിലുള്ള തകർച്ചയുടെ പാതകളിൽ കൂടി കടന്നു പോയപ്പോൾ ദൈവത്തിന്റെ കൈവിടാത്ത സാന്നിധ്യം കൂടെ ഇരുന്ന് സഹായിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ തുടർന്നും ദൈവ കൃപയിൽ നിലനിർത്തി അനേക ദൈവരാജ്യത്തിലേക്ക് ആകർഷിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവിന്റെ കൃപയിൽ ഞങ്ങളെയും കുടുംബമായിട്ട് ഏൽപ്പിക്കുന്നു. ഇന്ന് ഇവിടെ പകൽക്കാലം വരുവാൻ ആഗ്രഹിച്ചിരുന്ന പ്രിയ ജോയ് ബ്രദറിനെ ഓർക്കുന്നു. ഞങ്ങൾ തുടർന്നുള്ള സമയങ്ങൾ എല്ലാവരും ഒരുമിച്ച് കടന്നു വന്ന് കർത്താവിനെ ആരാധിക്കുവാനുള്ള അവസരങ്ങളെ ഒരുക്കുകയാണ്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. I know we took a little bit more time today, but today we will stop the church a little bit later. At the 11:30 time, possibly may go up to between
50 to the clock. Pastor John Lewis, you all know him. I don't need to introduce him. He's my long-time friend and very close friend. Pastor come and minister the word. Alina. Read the scriptures. Mark chapter 5, verse 25 through 34. And a woman was there who had been subject to bleeding for 12 years. She had suffered from great deal under the care of many doctors and spent all she had. Yet instead of getting better, she grew worse. When she heard about Jesus, she came up behind him in the crowd and touched his cloak, because she thought, if I just touch his clothes, then I will be healed. Yes. Immediately, her bleeding stopped, and she felt in her body that she would be freed from her suffering. Praise God. At once, Jesus realized that the power had gone out from him. He turned around in the crowd and asked, "Who touched my clothes?" "You see the people crowding against you," his disciples answered. "And yet you can ask, 'Who touched me?'" But Jesus kept looking around to see who had done it. Then the woman, knowing that had happened to her, came and fell at his feet, and trembling with fear, told him the whole truth. He said to her, "Daughter, your faith has healed you. Go in peace and be freed from your suffering." Amen. Amen. Hallelujah. ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. കർത്താവേ, അടിയന്റെ വായിലെ വാക്കുകളും അവിടുത്തെ ജനത്തിന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കട്ടെ. ആമേൻ. അനുഗ്രഹീതമായ ഒരു കർത്തൃദിവസം ദൈവം നമുക്ക് ദാനം തന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനും കുടുംബത്തിനും എല്ലാ വാത്സല്യമുള്ള ദൈവജനത്തിനും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കും. കർത്താവിൻ്റെ മേശ അനുഷ്ഠിപ്പാനുള്ള ഭാഗ്യാവസരം കൂടി ദൈവം നമുക്ക് ദാനം തന്നു. നമ്മുടെ ആരാധന പൂർണ്ണമാകുന്നത് കർത്താവിൻ്റെ മേശമേലുള്ള ശുശ്രൂഷ കൂടി നാം അനുഷ്ഠിക്കുമ്പോഴാണ്. പെന്തക്കോസ്ത് നാളിൽ കൂടി വന്ന ജനം അപ്പോസ്തലന്മാരോട് ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യാം? അപ്പോസ്തലന്മാർ നൽകിയ മറുപടി, നിങ്ങൾ മാനസാന്തരപ്പെടണം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, പ്രാർത്ഥന കഴിക്കണം, അപ്പം മുറിക്കണം. കർത്താവിൻ്റെ മേശ അനുഷ്ഠിപ്പാൻ ദൈവം നമുക്ക് കൃപ. അല്പസമയം കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ കൂട്ടായ്മയിൽ നാം ചുരുക്കം പേരാണെങ്കിലും നമ്മുടെ മനസ്സ് ക്ഷീണിക്കുന്നില്ല, നമ്മൾ ധൈര്യപ്പെടുന്നില്ല, നമ്മുടെ ഹൃദയം സന്തോഷത്തോടു കൂടിയായിരിക്കും. നോഹയുടെ പെട്ടകത്തിൽ 8 പേർ മാത്രമേ ഉണ്ടായിരുന്നു. 1-2 ദിവസമല്ലായിരുന്നു, 371 ദിവസം അവർ 8 പേർ മാത്രം മനുഷ്യരായി ആ പെട്ടകത്തിലുണ്ടായി. ഞങ്ങൾ 8 പേരെ ഉള്ളല്ലോ എന്നോർത്ത് അവർക്ക് ഒരു വിധത്തിലും നിരാശയോ സങ്കടമോ അധൈര്യമോ ഉണ്ടായില്ല. അതിൻ്റെ ഒരു കാരണം, അതിന് തൊട്ട് മുമ്പ് നമ്മൾ വായിക്കുന്നു, നോഹയുടെ പെട്ടകത്തിന്റെ വാതിൽ യഹോവ അടച്ചു. ദൈവം വാതിൽ അടച്ചത് കൊണ്ട് ദൈവം അകത്തും പ്രവേശിച്ചു. 371 ദിവസവും യഹോവയുടെ സാന്നിധ്യം ഈ 8 പേരോടുകൂടെ ഉണ്ടായി. നാം ഈ പെട്ടകത്തിൽ അല്പജനമായി കൂടി വന്നിരിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം ഇന്നും നമ്മുടെ കൂടെ. അതാണ് നമ്മുടെ ആരാധനയുടെ ധന്യത, നമ്മുടെ ആരാധനയുടെ ശ്രേഷ്ഠത. അങ്ങനെയാണ് ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം ഇവിടെ
കേട്ട വചനം, ഭവിന നമ്മൾ വായിച്ച് കേട്ടതായ വചനം നമുക്ക് വളരെ സുപരിചിതമായ വചനങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലത്ത് 36 അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി നാം 4 സുവിശേഷങ്ങളിൽ വായിക്കുന്നു. 35 അത്ഭുതങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് മുൻപായിട്ടും 36ാമത്തെ അത്ഭുതം ഉയർത്തെഴുന്നേറ്റ ശേഷം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലും നാം വായിച്ച് മനസ്സിലാക്കി. ഇതിലധികം അത്ഭുതങ്ങൾ യേശു പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ രേഖപ്പെടുത്തേണ്ട പരിമിതി കൊണ്ട്, പുസ്തകത്തിൻ്റെ പരിമിതി കൊണ്ട് അത്രയും അത്ഭുതങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്ന് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് നാം വായിച്ചു കേട്ട ഈ വേദഭാഗത്തിൻ്റെ ഒരു തലക്കെട്ട്, ഒരു ക്യാപ്ഷൻ നാം ചിന്തിക്കുമ്പോൾ പ്രശ്നസങ്കീർണമായ ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർത്ത ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണ് ഇന്നത്തെ ധ്യാന വിഷയം. ഒന്നുകൂടി ഓർപ്പിക്കാം. പ്രശ്നസങ്കീർണമായ ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർത്ത ഒരു വ്യക്തിയുടെ അനുഭവ സാക്ഷ്യമാണ് ഇന്നത്തെ ധ്യാന വിഷയം. അതിനൊരു തലക്കെട്ട് കൊടുക്കുമ്പോൾ ഹൗ ടു മേക്ക് എ കോംപ്ലിക്കേറ്റഡ് ലൈഫ് മീനിങ്ഫുൾ. പ്രശ്നസങ്കീർണമായ ജീവിതത്തെ എങ്ങനെ അർത്ഥപൂർണമാക്കി തീർക്കുവാൻ കഴിയും എന്ന് ഈ സാക്ഷ്യത്തിലൂടെ, അനുഭവത്തിലൂടെ നാം മനസ്സിലാക്കും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ജീവിതമാണ് മനുഷ്യരെപ്പോഴും സ്വപ്നം കാണുന്നതും ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ ജീവിതമാണ് ഏറ്റവും അർത്ഥപൂർണവും ഫലദായകവുമായി തീരുന്നത് എന്ന് ഈ വേദഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തിരമാലകൾ ഉള്ളത് കൊണ്ടാണ് നാം കടലിനെ കടലെന്ന് വിളിക്കുന്നത്. തിരമാലകൾ ഇല്ലാത്ത ഒരു പുഴയെ ഒരിക്കലും കടലെന്ന് ആരും വിളിക്കാറില്ല. ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ ആത്മാവിൻ്റെ, മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ സൗഖ്യത്തിലൂടെ ഒരു ജീവിതം അർത്ഥപൂർണമായി തീരുന്നു എന്ന് നാം മനസ്സിലാക്കും. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന നാം എല്ലാവരും ആത്മാവിൻ്റെ സൗഖ്യത്തിലൂടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേർന്നവരാണ്. ആത്മാവിൻ്റെ സൗഖ്യം നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് കർത്താവിൻ്റെ മേശയിൽ നാം പങ്കുവരാറ്. പുസ്തകമായ പത്രോസ് ലേഖനം എഴുതുമ്പോൾ 1 പത്രോസ് 2:24 നാം വായിക്കുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവറി ക്രൂശിന്മേൽ കയറി അതിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിദാസൻ ഇവിടെ വായിച്ച വേദഭാഗം നമുക്ക് ലഭിച്ച ഒന്നാമത്തെ സൗഖ്യം എന്നുള്ളത് നമ്മുടെ ആത്മാവിൻ്റെ സൗഖ്യമാണ്. ഒരു കാലത്ത് നമ്മുടെ ആത്മാവ് രോഗബാധിതയായി, അതേ രോഗം ബാധിച്ച് സൗഖ്യമില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ കഴിഞ്ഞൊരു കാലഘട്ടം ഉണ്ടായി. അതിനെക്കുറിച്ച് 42-ാം സങ്കീർത്തനത്തിൽ ഒരു ചെറിയ വാക്യശകലനം വായിക്കുന്നുണ്ട്. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത്. പഴയ നിയമകാലത്ത് വിശുദ്ധന്മാരുടെ ഒരു നിലവിളിയുടെ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടായിരുന്നു യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. നമ്മുടെ ആത്മാവിന്റെ നിലവിളിയുടെ സൗഖ്യം കർത്താവ് കാൽവറി ക്രൂശിൽ നമുക്ക് നൽകി തരുവാനായിട്ടിടയാണ്. നാം എപ്പോഴും ഓർക്കണം, നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് മാത്രമേ ഇതുവരെയും സാധിച്ചിട്ടുള്ളൂ. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ശരീരത്തിൽ രോഗവും മനസ്സിന് വേദനയും നിരാശയും ഒക്കെ കടന്നു വരും. ഇനി 3 വീണ്ടെടുപ്പ് കൂടി സാധിക്കുവാനുണ്ട്.
ഒന്ന് യഹൂദജാതിയുടെ വീണ്ടെടുപ്പ്, 2 ഭൂമിയുടെ വീണ്ടെടുപ്പ്, 3 നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. അങ്ങനെ 4 വീണ്ടെടുപ്പാണ്. ആത്മാവിന്റെ വീണ്ടെടുപ്പ് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഇനി നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധിക്കുന്നത് കർത്താവിന്റെ വേഗത്തിലെ വരവിങ്കലാണ്. അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സ്തോത്രം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവ് രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നത് കർത്താവിന്റെ വരവിങ്കലാണ്. നാം ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ താഴ്ചയുള്ള ശരീരം കർത്താവിന്റെ ശരീരത്തോട് അനുരൂപമാകുന്ന സമയമാണ് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി ഈ ശരീരത്തിൽ നാം ഈറ്റുനോവോടെ വേദനയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. അതും വേഗത്തിൽ സംഭവിക്കും എന്ന് നമുക്ക് അതേ കർത്താവിന്റെ വരവിനെ കുറിച്ച് ഓർക്കുമ്പോൾ സാധിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ സൗഖ്യദായക ശുശ്രൂഷയുടെ 4 ഭാവങ്ങൾ നാം ഈ വേദഭാഗം വായിക്കുന്നു. There are 4 sublime aspects of the healing ministry of Jesus Christ. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നാം ഈ സ്ത്രീക്ക് ലഭിച്ച സൗഖ്യത്തെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് സൗഖ്യം എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ഓർക്കണം, ആത്മാവിന്റെ സൗഖ്യം, മനസ്സിന്റെ സൗഖ്യം, ശരീരത്തിന്റെ സൗഖ്യം. ഇത് 3 നാം ചേർത്ത് ഇന്ന് ഇവിടെ ധ്യാനിക്കുകയാണ്. സ്തോത്രം. ഒന്നാമത്, കർത്താവിന് സൗഖ്യം നൽകുവാൻ വ്യക്തി വ്യത്യാസമില്ല. സ്ത്രീയെന്നോ പുരുഷനെന്നോ യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ആണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ എന്ന് ഗലാത്യലേഖനം 3:28 നാം വായിക്കുന്നു. ഈ സൗഖ്യം കർത്താവിന് നൽകുവാൻ കർത്താവിന്റെ മുൻപിൽ എല്ലാവരും ഒരുപോലെയാണ്. ആർക്കും അത് സാധ്യമാകും എന്ന് നാം ഈ ഭാഗത്ത് മനസ്സിലാക്കും. സ്തോത്രം. രണ്ടാമതായി, സ്ഥലകാല പരിമിതിക്ക് അപ്പുറമായി യേശുവിനെ സ്പർശിക്കുവാനായിട്ട് കഴിയും. അത് വീട്ടിലോ വഴിയിലോ തെരുവിലോ ജോലി സ്ഥലത്തോ പ്രാർത്ഥനാ സ്ഥലത്തോ എവിടെയായിരുന്നാലും സൗഖ്യം നൽകുവാൻ യേശുക്രിസ്തുവിന് കഴിയും. നമുക്കറിയാം, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു കാലത്ത് പരസ്യ ലോകത്തിലൂടെ ചന്തകളിൽ, കവലകളിൽ, തെരുവുകളിൽ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് ആത്മീക സൗഖ്യം പ്രാപിച്ച അനേകായിരങ്ങൾ ഉണ്ടായിരുന്നു. അവരിലധികം പേരിൽ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുകയാണ്. എവിടെയും ഏത് സ്ഥലത്തും ആർക്കും എപ്പോഴും കർത്താവിന് സൗഖ്യം നൽകുവാനായിട്ട് സാധിക്കും. മൂന്നാമതായി, രോഗം യേശുവിനൊരു വിഷയമല്ല. അത് ആത്മാവിന്റെ രോഗമാകട്ടെ, മനസ്സിന്റെ ശരീരത്തിന്റെ രോഗമാകട്ടെ, അത് കർത്താവിന് ഒരു വിഷയമല്ല. നാലാമതായിട്ട്, സമയം ഒരു പ്രശ്നമല്ല. രാവിലെയോ വൈകിട്ടോ ഉച്ചയ്ക്കോ അർദ്ധരാത്രിയിലോ ഏത് സമയത്തും കർത്താവിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു വേദഭാഗത്തേക്ക് നാം കടന്നു വരികയാണ്. ഈ സ്ത്രീയെ കുറിച്ച് നാം ഓർക്കുമ്പോൾ ആ വ്യക്തി നേരിട്ട 4 പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് മുഖവരയിൽ കേട്ടത്, അതെ, കലങ്ങി മറിഞ്ഞ സങ്കീർണമായ ഒരു ജീവിതം അർത്ഥപൂർണമാക്കി എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. ഒന്നാമത് ഇവരുടെ പ്രശ്നം ശാരീരിക പ്രശ്നമായിരുന്നു. അത് 12 വർഷം നീണ്ടുനിന്നു എന്ന് നമ്മൾ വായിക്കും. രണ്ടാമതായി, ഇവൾ അഭിമുഖീകരിച്ചതായ പ്രശ്നം സെറിമോണിയൽ ഇംപ്യൂരിറ്റി ആയി. കാരണം ന്യായപ്രമാണപ്രകാരം സൗഖ്യം പ്രാപിക്കുവാൻ കഴിയാത്തൊരു രോഗം, അങ്ങനെ വിധി കൽപ്പിച്ച ഒരു രോഗമായി. മൂന്നാമതായി, അവൾക്ക് സമൂഹമായും ഇടപെടുവാനായിട്ട് വിലക്കുണ്ടായി.
മൂന്നാം ഭാഗത്തേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഓർപ്പിച്ചത്. അവരുടെ പ്രശ്നം, ഒന്ന് ശാരീരിക പ്രശ്നം, രണ്ട് സെറിമോണിയൽ ഇംപ്യൂരിറ്റി, മൂന്ന് അവരുടെ സാന്നിധ്യം ആരും താല്പര്യപ്പെട്ടിരുന്നില്ല, സമൂഹത്തിലേക്ക് വന്നു കയറുവാനുള്ള അനുവാദവുമില്ലായി. നാലാമത് അവൾ അഭിമുഖീകരിച്ച പ്രശ്നം എന്നുള്ളത് ഐഡന്റിറ്റി ക്രൈസിസ് ആയിരുന്നു. അവൾക്ക് ഒരു പേരില്ല, രോഗമാണ് അവളുടെ പേര്. ഇന്നും അങ്ങനെയാണ് ആളുകൾ സംബോധന ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ടാലും ആ ഒരു വ്യക്തിയെ പലപ്പോഴും നേരത്തെ അറിഞ്ഞിരുന്ന പേരിലാണ് ഇന്നും ജനം പൊതുവെ വിളിക്കുന്നത്. അതെത്ര ഖേദകരമായ ഒരു അനുഭവമാണ്. ക്രൂശിൽ ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. ഇന്ന് നാം ആ മനുഷ്യനെ ഓർക്കുന്നത് ക്രൂശിലെ കള്ളൻ എന്ന്, അതേ ദുഷ്പ്രവർത്തിക്കാരൻ എന്നാണ് നമ്മൾ ഓർത്തു പോകുന്നത്. ഈ സ്ത്രീയെ കുറിച്ച് അത് എപ്പോഴും ആളുകൾ സംസാരിക്കുന്നത് അതേ അവളുടെ രോഗം പറഞ്ഞാണ് അവളുടെ പേര് പറയാറുള്ളത്. പേര് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ സാരമായി ബാധിക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്താണ് ഇന്ന് പകൽ നാം ഇവിടെ ആരാധനയ്ക്കായി, ദൈവവചന കേൾവിക്കായി കൂടി വന്നിരിക്കുമ്പോൾ ഈ സന്ദേശം നമുക്ക് നൽകിത്തരുന്ന ദൈവാലോചന, പ്രശ്നങ്ങൾ നമ്മെ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഇടയാകരുത്. പ്രശ്നങ്ങൾ നമ്മെ ഒരിക്കലും ദൈവത്തിങ്കിൽ നിന്ന് അകറ്റുവാൻ ഇടയാകരുത്. പ്രതിസന്ധികൾ നമ്മെ വചനത്തിൽ നിന്നും അകറ്റുവാൻ ഇടയാകരുത്. ദൈവത്തോടും ദൈവവചനത്തോടും ചേർന്ന് നിൽക്കേണ്ട ഒരു സാക്ഷ്യമാണ് നമുക്കിവിടെ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ സന്ദേശത്തിന്റെ അവസാന ഭാഗത്തേക്ക് നാം വരുമ്പോൾ സൗഖ്യത്തിന്റെ പൂർണ്ണത നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദ ഫുൾനെസ് ഓഫ് ഹീലിംഗ്. ഒന്ന്, ഷീ ഗോട്ട് എ ന്യൂ ഐഡന്റിറ്റി. നമ്മൾ ഈ സന്ദേശം കൊണ്ടുവന്ന് അവസാനിപ്പിച്ചത് അവളുടെ ഐഡന്റിറ്റി ക്രൈസിസിനോടുള്ള ബന്ധത്തിലായിരുന്നു. എന്നാൽ ഇവിടെ അവളുടെ സൗഖ്യത്തിന്റെ പൂർണ്ണത ആരംഭിക്കുന്നത് ആ ക്രൈസിസിന്, ആ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചതോടുകൂടിയായിരുന്നു. ഷീ ഗോട്ട് എ ന്യൂ ഐഡന്റിറ്റി. 5:34 ആ വാക്യമാണ് ഇനിയുള്ള സമയം നാം ശ്രദ്ധയോടെ കേട്ടിരിക്കേണ്ടത്. യേശു അവളെ വിളിക്കുന്നത് മകളെ എന്നാണ്, മകളെ എന്നാണ്. സ്തോത്രം. അവൾ യേശുവിന്റെ മകളായി. ഇനിയും ഒരിക്കലും രോഗം അവളുടെ പേരല്ല, ആ പേര് അവളിൽ നിന്ന് മാറിക്കിട്ടി. അവൾ യേശുവിന്റെ മകളായി തീർന്നു. രണ്ടാമത് ആ വാക്യത്തിലൂടെ യേശു അവളെ രക്ഷിച്ചിരിക്കുന്നു. യേശു അവളോട് പറയുന്നത് യു ആർ സേവ്ഡ്. ഒന്ന്, അവൾ യേശുവിന്റെ മകളായി തീർന്നു. രണ്ടാമതായി ഷീ ഗോട്ട് സേവ്ഡ്. അവൾ രക്ഷിക്കപ്പെട്ടു, അവള് രക്ഷ പ്രാപിച്ചു. എന്താണ് കാണുവാൻ സാധിക്കുന്നത് ആ ഒരൊറ്റ വാക്കിലൂടെ? ഇനിയും നീ രക്ഷയ്ക്ക് എങ്ങും പോകണ്ട, നിന്റെ രക്ഷ സത്യമായി. സ്തോത്രം. രക്ഷയുടെ ഉറപ്പുമായിട്ട് നീ പോകണം എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. ജീവിതത്തിന്റെ സത്തായത്, ഉണ്മയായത് രക്ഷയാണെന്ന് അവൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. She realized the essence and existence of the life is salvation. രക്ഷയാണ് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത്. ഡോക്ടർ ജെയിംസ് സിംസൺ ക്ലോറോഫോം കണ്ടുപിടിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ അടുക്കൽ അവസാന നാളുകളിൽ തന്നെ ഒരു ശിഷ്യൻ വന്ന് ചോദിച്ചു, ഗുരു, അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം, ഒരുപക്ഷെ ഈ കണ്ടുപിടുത്തമാണ് ഏറ്റവും വലുതെന്ന് അദ്ദേഹം പറയുമായിരിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം മറുപടി കൊടുത്തത്, ഞാൻ ക്ലോറോഫോം കണ്ടുപിടിച്ചു എന്നുള്ള സത്യമാണ്, എന്നാൽ നസ്രായനായ യേശുവിനെ എന്റെ ആത്മരക്ഷകനായി കൈക്കൊണ്ടതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ഉപദ്രവം ഏറ്റിട്ടും ലക്ഷ്യം കൂടാതെ വിളിച്ചു പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്.
സ്തോത്രം. രക്ഷിക്കപ്പെടുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകി തന്നു. ഇനി നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണ്? സേവ്ഡ് ടു സെർവ്. സ്തോത്രം. നാം അനുഭവിച്ച രക്ഷ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഈ തലമുറയിൽ ദൈവം നമ്മെ നിലനിർത്തിയിരിക്കുന്നു. സന്തോഷത്തോടെ നമ്മുടെ കരമയോത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തും. രക്ഷയുടെ നഷ്ടബോധം ദാവീദിനുണ്ടായപ്പോൾ ദാവീദ് കിന്നരമെടുത്ത് പാടിയ പാട്ട്, ആ വരികൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. രക്ഷയുടെ സന്തോഷത്തിലേക്ക് എന്നെ തിരികെ കൊണ്ടുവരുമാറാകണമേ. മൂന്നാമതായി സൗഖ്യത്തിന്റെ പൂർണ്ണത നാം വായിക്കുന്നത് 5:26 ഈ വേദഭാഗം 26 വാക്യത്തിൽ നാം വായിച്ചത്, ഒട്ടും ഭേദം വരാതെ പരവശിയായി യേശു പറഞ്ഞു, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായി. സ്വസ്ഥതയുള്ള ജീവിതം ദൈവം അവൾക്ക് നൽകി. ശ്രദ്ധിക്കണമേ, നാം ഇപ്പോൾ ഈ സന്ദേശത്തിന്റെ അവസാന ഭാഗം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിന്റെ സൗഖ്യത്തിന്റെ പൂർണ്ണതയാണ്. The fullness of salvation, healing എന്നുള്ളതാണ്. ഒന്ന്, അവൾക്ക് ഒരു പുതിയ ഐഡന്റിറ്റി ലഭിച്ചു. ഐഡന്റിറ്റി, അവൾ യേശുവിന്റെ മകളായി തീർന്നു. രണ്ട്, അവളെ രക്ഷിച്ചു. അവൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. മൂന്ന്, അവള് പരവശിയായി അവളുടെ ജീവിതം കഴിച്ചു. യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവളുടെ ബാധയെല്ലാം ഒഴിഞ്ഞു. അവളുടെ ജീവിതം സ്വസ്ഥമായി തീർന്നു. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ സ്വസ്ഥതയുള്ളവരായി, സമാധാനമുള്ളവരായി, സന്തോഷമുള്ളവരായി കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. നാലാമതായി, യേശു അവൾക്ക് കൊടുത്ത സൗഖ്യത്തിന്റെ പൂർണ്ണത നാം വായിക്കുന്നത് സമാധാനത്തോടെ പോകാം എന്നാണ്. നഷ്ടപ്പെടാത്ത സമാധാനം യേശു അവൾക്ക് നൽകി. അവൾ യേശുവിന്റെ മകളായി തീർന്നു. രക്ഷ ലഭിച്ചു. അവളുടെ ജീവിതം സ്വസ്ഥമായി. അവള് നഷ്ടപ്പെടാത്ത സമാധാനവും പ്രാപിച്ചു കൊണ്ടുപോകാൻ. ഈ ദൂത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അതിന്റെ ഇടയിൽ നിന്നൊരു വാക്യശകലം എടുത്ത് ഓർപ്പിക്കണം. യേശു ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? അപ്പോൾ അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മറ്റാരുമല്ല, അത് ഞാൻ തന്നെയാണ്. ഒന്നുകൂടി ഉറപ്പിക്കുവാനാണ്. ആള് മാറിയതല്ല. സ്തോത്രം. അവൾക്ക് വഴി തെറ്റിയതല്ല. അവളുടെ ലക്ഷ്യം മറന്നുപോയതല്ല. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശുവിനെ അവൾക്ക് തൊടുവാനായിട്ടിടയായി. ഇന്ന് ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമുക്ക് അബദ്ധം പറ്റി നാം ഒരു വിശ്വാസിയായി തീർന്നതല്ല. തെറ്റുപറ്റി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതല്ല. നാം അറിഞ്ഞുകൊണ്ട് തന്നെ യേശു എന്റെ രക്ഷകനാണ്, എന്റെ പാപങ്ങളെ മോചിച്ചവനാണ്, എന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവനാണ്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരും, എന്നെ ചേർത്തുകൊള്ളും എന്ന വിശ്വാസത്തോടുകൂടി നാം ഈ യേശുവിനെ അനുഗമിക്കുന്നവരാണ്. എത്ര ഭാഗ്യമുള്ളവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ എന്നെ കാത്തുകൊള്ളും എന്ന് ഞാൻ അറിയുന്നു. ഒരു നിമിഷം കൂടി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഭാഗ്യകരമായ ഒരു അനുഭവം, അവസ്ഥ ദൈവം നമുക്ക് നൽകിത്തന്നല്ലോ. ഒരു കൂട്ടായ്മ ദൈവം നമുക്കായി ഒരുക്കിയല്ലോ. നാം കൂടി വന്ന സമയം മുതൽ ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ വസിച്ചുവല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാനുള്ള അവസരങ്ങളെ ദൈവം നമുക്കായി ഒരുക്കിയല്ലോ. കർത്താവിന്റെ മേശനുഷ്ഠിപ്പാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കി, യോഗ്യരാക്കി. അതിനുള്ള ഭാഗ്യവും കർത്താവ് നമുക്ക് നൽകി തന്നു. നാം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ, കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് കർത്താവ് വരും, താമസിക്കയില്ല. കർത്താവിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ തരുമാറാകട്ടെ. ഇന്ന് ദൈവാത്മാവ് നമ്മെ കേൾപ്പിച്ച ദൈവവചനത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഒരു കാലത്ത് ഞാനും അറിയാത്തവനായി, അകന്നു നിന്നവളായി, ദൈവത്തെ അറിയാത്ത വാഗ്ദത്ത നിയമങ്ങൾക്ക്
അന്യരായി പരദേശികളായി ഞങ്ങൾ ജീവിച്ചവരായിരുന്നു. എന്നാൽ ഈ ജീവിതയാത്രയിൽ സ്തോത്രം ഞങ്ങൾക്ക് ഒരു പേര് തന്ന്, മകനെന്ന് മകളെന്നുള്ള പേര് ഞങ്ങൾക്ക് നൽകി തന്നു. കാർമീൻ, ഞങ്ങൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം ഞങ്ങൾക്ക് നൽകി തന്നു. ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകി. അതുമാത്രമല്ല, ഈ ശരീരം വേദനിക്കുമ്പോൾ, മുറുങ്ങുമ്പോൾ, പീഡകൾ അനുഭവിക്കുമ്പോൾ സൗഖ്യത്തിനായി ഞങ്ങൾ കേഴും. ക്ഷണത്തിലല്ലോ കാര്യം നടന്നതെന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ തത്സമയം സൗഖ്യവും നൽകി ഞങ്ങളെ കാക്കുന്നുവല്ലോ. ജീവിതത്തിൽ കർത്താവേ, പലപ്പോഴും എന്താകും, എങ്ങനെയാകും എന്നൊക്കെ ചിന്തിച്ച വേളകളില് കർത്താവേ, ആ ബാധകളോ വേദനകളോ അസ്വസ്ഥതകളെല്ലാം മാറി സ്വസ്ഥതയും സാവധാനതയുമുള്ള ജീവിതം നയിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. നന്ദി. ഈ ജീവിതം സമാധാനമുള്ള ജീവിതമായി, അർത്ഥപൂർണമായ ജീവിതമായി നയിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. ഇതെല്ലാം ഞങ്ങൾക്ക് സാധ്യമായത് യേശുവിനെ കണ്ടുമുട്ടിയതുകൊണ്ട്. ഇതേനോട് സംസാരിച്ചതുപോലെ ഈ ബലത്തോടെ പോകാം. ഈ വ്യക്തിയോട് സംസാരിച്ചതുപോലെ ഈ സമാധാനത്തോടെ പോവുക. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അടുത്ത ഞായറാഴ്ച വീണ്ടും വിശുദ്ധ സഭായോഗമായി ഞങ്ങൾ ഇവിടെ എത്തുന്നത് വരെ അവിടുത്തെ കൃപയില്, കരുതലില് ഞങ്ങളെല്ലാം കാത്തോളുമാറാകണമേ. ഏതു നേരത്തും പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്തുമ്പോൾ തമ്മിൽ തമ്മിൽ പേർ ചൊല്ലി പ്രാർത്ഥിപ്പാനുള്ള ദൈവകൃപയും കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ഞങ്ങൾ കണ്ടതിലും അധികമായ സന്തോഷത്തോടെ അടുത്ത ആഴ്ചയും കണ്ട് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കണം. അതല്ല, അതിനു മുൻപായി നിങ്ങളുടെ കർത്താവിന്റെ വരവ് സംഭവിക്കുന്നുവെങ്കിൽ ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടൊപ്പം കർത്താവിന്റെ സിംഹാസനത്തിന്റെ ചുറ്റുമിരുന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്നാർത്ത് കർത്താവിനെ ആരാധിപ്പാനായി ഞങ്ങളെ ഒരുക്കുമല്ലോ. നന്ദി. പ്രാർത്ഥന കൈക്കൊണ്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെ ഉണ്ടായി എന്ന് അരുളി ചെയ്ത നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം നാം ഓരോരുത്തരോടും, നമ്മുടെ കുടുംബങ്ങളോടും, നാം പാർക്കുന്ന ഈ ദേശത്തോടും രാജ്യത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.